അതിർത്തികൾക്കപ്പുറം നടക്കുന്ന സംഘർഷങ്ങൾ കേവലം ഒരു യുദ്ധവാർത്ത മാത്രമല്ല, ആഗോള വിപണിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ നിത്യജീവിതത്തെയും അത് എങ്ങനെ ബാധിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ഇന്റർനെറ്റ് വേഗത മുതൽ വീട്ടിലെ കറണ്ടും വണ്ടി ഓടിക്കാനുള്ള ഇന്ധനവും വരെ വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടാക്കനിയായേക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇന്റർനെറ്റ് ലഭ്യതയിലെ കുറവ്. നമ്മൾ കാണുന്ന യുദ്ധം കരയിലാണെങ്കിലും അതിന്റെ ആഘാതം കടലിനടിയിലുണ്ടാകും. ലോകത്തെ ഇന്റർനെറ്റ് ബന്ധിപ്പിക്കുന്ന സബ്മറൈൻ കേബിളുകളിൽ ഭൂരിഭാഗവും യുദ്ധമേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. കേബിളുകൾ തകരാറിലായാൽ അത് നന്നാക്കാൻ മാസങ്ങൾ എടുത്തേക്കാം. ഇത് ഇന്റർനെറ്റ് വേഗത കുറയ്ക്കാനും ആഗോള ഡിജിറ്റൽ ഇടപാടുകൾ നിശ്ചലമാകാനും കാരണമാകും. 2. ഇന്ധനക്ഷാമം. അസംസ്കൃത എണ്ണയുടെ പ്രധാന സ്രോതസ്സായ രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപാദനം കുറയുകയും വിതരണ ശൃംഖല തടസ്സപ്പെടുകയും ചെയ്യും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചുയരുന്നത് മാത്രമല്ല, ആവശ്യത്തിന് പെട്രോളും ഡീസലും വിപണിയിൽ ലഭ്യമാകാത്ത സാഹചര്യം വരെ ഉണ്ടായേക്കാം. ഇത് ചരക്ക് നീക്കത്തെയും പൊതുഗതാഗതത്തെയും പൂർണ്ണമായും ബാധിക്കും. 3. വൈദ്യുതി പ്രതിസന്ധി. പകുതിയിലധികം വൈദ്യുതി ഉൽപാദനവും കൽക്കരിയെയും പ്രകൃതിവാതകത്തെയും ആശ്രയിച്ചാണ്. യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ കൽക്കരിയുടെയും ഗ്യാസിന്റെയും വില വർദ്ധിക്കുകയും ഇറക്കുമതി തടസ്സപ്പെടുകയും ചെയ്യുന്നത് ഊർജ്ജ പ്രതിസന്ധിക്ക് വഴിവെക്കും. വൻതോതിലുള്ള ലോഡ് ഷെഡിംഗിലേക്കും വൈദ്യുതി നിരക്ക് വർധനയിലേക്കും ഇത് നമ്മെ നയിച്ചേക്കാം. ചുരുക്കത്തിൽ, യുദ്ധം കേവലം അതിർത്തികളിലെ പോരാട്ടമല്ല, അത് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഒന്നാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വീഴുന്ന ബോംബ് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന്റെ ജീവിത ചിലവിലാണ് പ്രതിഫലിക്കുന്നത്. അതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കാം.